ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ജോർജ് ബ്രദർ, പോൾ ബ്രദർ, മറ്റു ബ്രദേഴ്സ്, അച്ഛന്മാര്, ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഒരു നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നല്ല ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് സംസാരിക്കുകയായിരുന്നു. ആനുകാലിക സാഹചര്യങ്ങൾ അനുസരിച്ച് അവിടുന്ന് ഞങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, എളിദാസിലൂടെയും അവിടുന്ന് സംസാരിക്കണമേ. കർത്താവെ, കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആ വചനം പതിക്കുകയും അത് പ്രയോജനമായി തീരുകയും ചെയ്യുവാൻ ഇടവരുത്തണമേ. ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും അങ്ങുണ്ടാവണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, കൂട്ടായ്മയ്ക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും എല്ലാം അമ്മ ദൈവസന്നിധിയിൽ നിറവേറ്റി തരുവാൻ മനസ്സാകണമേ. വിശുദ്ധ തോമാസ് ശ്ലീഹായെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ ആത്മീയ സാന്നിധ്യത്താൽ ജ്വലിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നിയോഗങ്ങളെല്ലാം ഫലപ്രദമാകുവാൻ അങ്ങയുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടാകണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇതുവരെ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ഒരു വചനം, എളിമയെ പറ്റി എടുത്ത ഒരു ക്ലാസ് ഉണ്ട്. അതിന്റെ ഒരു ബാക്കി കുറച്ചുകൂടെ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ അസൂയയെ പറ്റി കേട്ടു. എളിമയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എളിമയെ പറ്റി അല്പനേരം ചിന്തിക്കുക. സഫാനിയ എന്ന പ്രവാചകൻ എഴുതിയ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തതിന്റെ ബാക്കിയാണ്. അത് അല്പം കൂടി ആ ക്ലാസ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയും ഉള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. വളരെ സ്ഫുടമായിട്ടുള്ള ഒരു വചനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയും ഉള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. നമുക്കറിയാം, എളിമയുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എളിമയുണ്ടെങ്കിൽ മാത്രമേ, എളിമയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇന്ന് കേട്ട ഓരോ വചനങ്ങളും അതാണ് നമ്മളെ അടിസ്ഥാനപ്പെടുത്തി തന്നിരിക്കുന്നത്. ഓരോ വ്യക്തികളിലൂടെ ആരംഭം മുതൽ പോൾ ബ്രദറിലൂടെ പാപത്തിന്റെ ഓരോ മേഖലകളെ നമ്മൾ കേട്ടു. അച്ഛനിലൂടെ മറ്റൊരു സന്ദേശം നമ്മൾ കേട്ടു. കുഞ്ഞുമോൻ ബ്രദറിലൂടെ കേട്ടു. ജോർജ് ബ്രദറിലൂടെ കേട്ടു. എല്ലാത്തിലും ഈ കാര്യങ്ങളാണ് നമ്മളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുപോകുന്നത്. നമ്മളൊരു എളിമയുള്ള വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവനാമത്തില് നമുക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ അഭയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എളിമയുണ്ടാകണം, താഴ്മയുണ്ട ഒരു വ്യക്തിയായി മാറാനായിട്ട് നമ്മൾ സാധിക്കണം. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പും കോപവും കൊതിയുമെല്ലാം നിറഞ്ഞ ആ മൂലപാപങ്ങള് ഞാൻ ഈ വചനം ഓർക്കുമ്പോൾ കഴിഞ്ഞ ധ്യാനത്തില്, നമ്മുടെ IMS ധ്യാനത്തില് ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛന് അവസാനത്തെ ഒരു സന്ദേശം നൽകുവാനായിട്ട് ഞായറാഴ്ച വരുമ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ചു. അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറഞ്ഞത് ഇതാണ്: ജോൺ പോൾ മാർപ്പാപ്പ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്ത് പോയതിന് ശേഷമാണ് അദ്ദേഹത്തെ സ്വർഗം പ്രാപിക്കുവാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം റോമിലുള്ള ഒരു സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന സിസ്റ്ററിന്റെ പേരൊക്കെ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി, സോറി. അപ്പൊ സിസ്റ്റർ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. നമുക്കറിയാം, ജോൺ പോൾ മാർപ്പാപ്പയെ സംബന്ധിച്ചോടെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വിശുദ്ധനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും മാർപ്പാപ്പയുടെ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുകയും, നമുക്കറിയാം, അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയോട് പോലെ ക്ഷമിച്ച് അത്രയും എളിമയും വിനയവും വിധേയത്വവും ഒക്കെ കാണിച്ച് സഭയെ നയിച്ച മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സാധാരണ വൈദികന്റെ അടുത്ത്, അല്ലാതെ പോലത്തെ കർദിനാളോ അങ്ങനെയല്ല, ഒരു സാധാരണ പട്ടം കിട്ടിയ വൈദികന്റെ അടുത്ത് പോയി കുമ്പസാരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളും ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കുകയും തന്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. എങ്കിലും അദ്ദേഹം മരിച്ചു. പെട്ടെന്ന് വിശുദ്ധനായ ഒരു വ്യക്തിയാണ്.
എന്നാൽ പോലും ആ മാർപ്പാപ്പായ്ക്ക് പോലും ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വന്നു എന്ന് പ്രശാന്തച്ചൻ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആ വാക്കുകൾ ഞാൻ എടുത്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മേഖലകളൊക്കെ ഇന്നത്തെ ഓരോ വചന സന്ദേശവുമാണ് എന്നെ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നത്. ഓരോ വ്യക്തികളിലൂടെ ഇന്നത്തെ ദിവസം കേട്ട വചന സന്ദേശമാണ് എന്നെ ഈ സംഭവം ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മൾ ഓർക്കണം, എത്രമാത്രം പരിശുദ്ധിയിലും വിശുദ്ധിയിലും ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോയെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാർപ്പാപ്പായുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇനി എന്തേരം എളിമപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇനിയും 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 നമ്മൾ എത്രമാത്രം നമ്മൾ എളിമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും വ്യഗ്രതയോടുകൂടി ഓടുകയാണ്, ലോകത്തോടൊപ്പം നമ്മൾ ഓടുകയാണ്. ഇവിടെ ഈ സദസ്സിലായിരിക്കുമ്പോൾ, ഈ സന്നിധിയിലായിരിക്കുമ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓക്കെ, കറക്റ്റാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാല് നമ്മുടെ ആത്മീയ ജീവിതം ശരിക്കും ഒരു ക്രൈസ്തവ ജീവിതത്തിലാണോ പൂർണ്ണമായിട്ട് പോകുന്നത്? ഈശോ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലൂടെയാണോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ പൂർണ്ണത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കൂടുതൽ 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 ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് നമുക്ക് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു വൈദികന്റെയോ ഒരു മാർപ്പാപ്പയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിശ്ചയമായിട്ടും നമ്മൾ ഓരോരുത്തരും, ദൈവം ആഗ്രഹിക്കും, നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 3:16 പറയുന്നത്, തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരുവെന്ന പോലെ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, തന്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിശ്ചയമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അത് വേണം, ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഞാൻ അതുകൊണ്ടാണ് ഈ സംഭവം ഒരുപക്ഷെ ദൈവം അത് എന്നെ കൊണ്ട് ഓർമ്മപ്പെടുത്തിയതായിരിക്കാം. ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തിയതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 കൊരിന്ത്യർ 12:21 വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, കൊരിന്ത്യസിലെ ജനത്തിന്റെ സമൂഹത്തിലേക്ക് പൗലോസ്ലീഹ വരുമ്പോൾ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അതിന് കാരണം പറയുകയാണ്, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. അതായത് എളിമപ്പെടുത്താത്തതിന്റെ കാരണം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്ത് അശുദ്ധി വരുത്തിയിരിക്കുന്നു. അവിടെ പറയുകയാണ്, ഓരോ സാഹചര്യങ്ങൾ പറയുകയാണ്, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ച്, തങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച്, അതായത് പാപം ഏതൊക്കെയാണെന്ന് പറയുന്നത്, വിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത്. അപ്പൊ ഈ അനേകരെ പൗലോസ്ലീഹ, നമുക്കറിയാം, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, 5:3 പറയുന്നുണ്ട്, ദൈവം പ്രമാണങ്ങൾ തന്നതും കൽപ്പനകൾ തന്നതും തിരുവചനങ്ങൾ തന്നതും ഒക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. പൂർവികർക്ക് വേണ്ടിയോ കടന്നു പോയവർക്ക് വേണ്ടിയല്ല, അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മള് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വചനം പറയുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആത്മീയ മാറ്റങ്ങളും ആത്മീയ വിശുദ്ധീകരണവും നവീകരണവും ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് വേണ്ടിയാണ്, നാം ഓരോരുത്തർക്കും ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഇതൊരു ദൈവിക പദ്ധതിയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അതാണ് പൗലോസ്ലീഹ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്റെ എളിമ അവിടെ നഷ്ടപ്പെടുകയാണ്. പാപം എന്നത് ഒരിക്കലും, നമുക്കറിയാം, പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്വർഗം വരെ കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രമാത്രം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സഭയുടെ കാലഘട്ടത്തില് സഭയെ വെറുത്ത് അല്ലെങ്കിൽ സഭയെ എതിർത്തവനും സഭാംഗങ്ങളായ മക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ചവനുമായ പൗലോസ്ലീഹയാണ്
ഈശോയുടെ നേരിട്ടുള്ള ശിഷ്യൻ പോലുമല്ല, ഈശോയുടെ അപ്പസ്തോലന്മാര് 12 പേരിൽ ഉൾപ്പെടുന്ന ഒരു ശിഷ്യൻ പോലുമല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വിശുദ്ധമായ ജീവിതവുമാണ് അദ്ദേഹത്തെ ഒരു സ്ലീഹ എന്നുള്ള പേരിലേക്ക്, പൗലോസ് സ്ലീഹ എന്നുള്ള പേരിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് നമുക്കറിയാം. അത്രമാത്രം വിശുദ്ധി പ്രാപിച്ച പൗലോസ് സ്ലീഹ പറയാണ്, എന്റെ എളിമ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. കാരണം പാപത്തെ കുറിച്ചാണ് അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. ഇതൊക്കെ എത്ര ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പാപങ്ങളും നമ്മുടെ എളിമപ്പെടാനുള്ള ആ മനസ്ഥിതിയിൽ ഉള്ള അവസ്ഥ, ആ മാറ്റം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ദാനിയേലെ, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ 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 ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വചനമാണിത്. ദാനിയേൽ പ്രവാചകന് 9-10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ തന്റെ ജനത്തിന്റെ ഭാവി അറിയുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാലും പ്രാർത്ഥിക്കുന്ന ദാനിയേൽ പ്രവാചകന് ദൈവസന്നിധിയിൽ നിന്ന് ഒരു മറുപടി കിട്ടുന്നില്ല. പ്രവാചകനാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മറുപടി കിട്ടാതെ വന്നപ്പോൾ 21 ദിവസം ഉപവസിക്കുന്ന ഒരു ദാനിയേൽ പ്രവാചകനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവിടെ ദാനിയേൽ പ്രവാചകന്റെ അടുത്തേക്ക് സ്വർഗത്തിൽ നിന്നും ദാനിയേൽ പ്രവാചകന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് കടന്നു വരുന്ന ദൈവദൂതൻ ദാനിയേൽ പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ് 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അതിങ്ങനെ പറയുകയാണ്, അവൻ പറഞ്ഞു, അതായത് സ്വർഗത്തിൽ നിന്നും കടന്നു വന്ന ദൈവദൂതൻ ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞു, ദാനിയേലെ, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം, അതായത് തന്റെ ജീവിതത്തില് എളിമ എന്ന അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ, ആ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമ്മൾ എളിമപ്പെട്ടാൽ സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരും എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എളിമപ്പെടുന്ന നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി കടന്നു വരുന്ന ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ നിന്നും ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിക്കുന്ന ദൈവദൂതൻ ഒരു മനുഷ്യനായ ദാനിയേലിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ തന്നെ ശരിയായ രീതിയിൽ എളിമപ്പെടുത്തി നല്ല ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ എപ്പോഴും സ്വർഗത്തിന്റെ സംരക്ഷണവും സ്വർഗത്തിന്റെ കരുതലും നമ്മുടെ മേലെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഈ വചനം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ആ എളിമ എന്നുള്ള ആ ദാനിയേൽ തന്നെ എളിമപ്പെടുത്തിയ ഒരു അവസ്ഥയില് നമുക്കറിയാം ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം, ജോഷുവയുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തില് ജോഷുവ അമോര്യരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ജോഷുവ സൂര്യനോട് പറയുന്നുണ്ട്, നീ ഇന്ന് അസ്തമിക്കരുത്. ചന്ദ്രനോട് പറയുന്നുണ്ട്, നീ ഇന്ന് പ്രകാശിച്ചു നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് ആ മനുഷ്യനായ ജോഷുവയുടെ വാക്ക് കേട്ട് സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ നിലനിർത്തി എന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം സൂര്യനും ചന്ദ്രനും അസ്തമിക്കാത്ത ഒരു ദിവസം ചരിത്രത്തിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഏലിയ പ്രവാചകന്റെ, എലീശ പ്രവാചകന്റെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എളിമപ്പെടുകയാണെങ്കിൽ സ്വർഗം തന്നെ നമ്മുടെ മുമ്പില് കടന്നു വരും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ദൈവദൂതന്മാര് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ട് വരും എന്നുള്ള നിശ്ചയമായിട്ട് ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും, കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. ഇത് നമ്മള് ബ്രദറിൽ നിന്ന് കേട്ട വചനമാണ്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തില് ദൈവം പറയുകയാണ്, മനുഷ്യന്റെ അകത്ത് ഉള്ള അഹംഭാവം, എളിമയില്ലാത്ത അവസ്ഥ തല താഴ്ത്തും, അവൻ തന്നെ താഴെ വരും, തന്നെ ഇറങ്ങി വരും, അഹങ്കാരികളെ എളിമപ്പെടുത്തും, കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. അതായത് പാപത്തിൻ്റെതായ ഇപ്പൊ പറഞ്ഞ ഓരോ വചനങ്ങളിലൂടെ നമ്മൾ കേട്ട സാഹചര്യങ്ങളില്
നമ്മൾ മനസ്സിലാക്കിയത് പാപത്തിൻ്റെതായ അവസ്ഥ, അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ദൈവം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ ദൈവം ഉയർന്നു വരുന്ന ഒരു അവസ്ഥ, ഈ തിന്മയുടെ ശക്തികളെല്ലാം ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ദൈവം അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിനത്തിൽ ദൈവം അവിടെ ഉയർന്നു നിൽക്കുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവ് പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 31 തിരുവചനത്തിൽ പറയുന്നു, പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രമിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? വളരെ പ്രസക്തമായിട്ടുള്ള നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. പാപങ്ങളെ പ്രതി നമ്മൾ ഉപവസിക്കുന്നു. ദാനിയേൽ ഉപവസിച്ചു, തന്റെ ജനത്തിന് വേണ്ടി ഉപവസിച്ചു, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരവുമായി ദൈവദൂതൻ കടന്നു വന്നു. ഇവിടെ നമ്മൾ പാപത്തെ പ്രതി, എന്റെ പാപങ്ങളെല്ലാം എന്നിൽ നിന്ന് മറഞ്ഞു പോകട്ടെ, എന്നിൽ നിന്ന് മായ്ക്കപ്പെടട്ടെ, അല്ലെങ്കിൽ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി നീക്കിക്കളയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. വീണ്ടും അത് ചെയ്താൽ, അതേ പാപം ചെയ്താൽ, അതേ അസൂയ, അതേ വിദ്വേഷം, അതേ അഹങ്കാരം, ആ പാപം നമ്മൾ ആവർത്തിച്ചാൽ അവന്റെ ആ ഉപവാസത്തിന് അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് എന്ത് പ്രയോജനം? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി എന്ന് ചോദിക്കുകയാണ് തമ്പുരാൻ ചോദിക്കുകയാണ്. എന്തു നേടി? എന്താണ് നേട്ടം ഉണ്ടായത്? വീണ്ടും ആ പാപം ആവർത്തിക്കണമെങ്കിൽ, വീണ്ടും ആ പാപത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ, നമ്മൾ ആ തിന്മയെ നമ്മൾ ഉപേക്ഷിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും ആ പാപം നമ്മൾ ഉപസാരിക്കുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, ഏറ്റുപറയുന്നു, അതിന് തരുന്ന പ്രായശ്ചിത്തം ചെയ്യുന്നു, വീണ്ടും ആ പാപത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആ പാപത്തിൽ എന്ത് വിശദീകരണം കിട്ടി? അതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്കുണ്ടാകുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കേണ്ട നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. ഒരു വിശാലമായ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥകളിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നെല്ലാം ശരിക്കും നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും ജോബിന്റെ പുസ്തകം 22 അധ്യായം 29, 30 വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. അതായത് ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ നമുക്കറിയാം, മാതാവിന്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുമാണ്. അഹങ്കാരിയെ അവിടുന്ന് താഴ്ത്തുന്നു, എളിയവനെ രക്ഷിക്കുകയും ചെയ്യും, നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നമുക്കറിയാം പല സന്ദർഭങ്ങളിലും നമുക്കറിയാം ഇപ്പോൾ തെറ്റ് ചെയ്യാതെ അനേക വ്യക്തികൾ അപമാനിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മാരകമായ കേസുകളിൽ, വലിയ വലിയ കേസുകളിലൊക്കെയാണ് ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. മറ്റു വ്യക്തികളിലൂടെയുള്ള അപവാദ പ്രചരണങ്ങളും അങ്ങനെയുള്ള രീതികളിലാണ് മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ വളരെയേറെ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നത്. പല വ്യക്തികളും അങ്ങനെയുണ്ട്. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നിശ്ചയമായിട്ട് ദൈവത്തിന്റെ കരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സംശയമില്ലാത്ത കാര്യമാണ്, ഒരു സംശയവുമില്ല. കാരണം നമ്മളും ചിന്തിക്കും, ഒരുപക്ഷെ ഈശോ പോലും ചിന്തിച്ചുപോയ പിതാവെ നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ഈശോ പോലും ചിന്തിച്ചു പോയ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ അവിടുന്ന് ഉപേക്ഷിക്കുകയല്ലായിരുന്നു. നമുക്കറിയാം മനുഷ്യൻ ചിന്തിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില്, നിങ്ങളും അങ്ങനെ വിചാരിച്ചിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവം അവനെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു, എന്നാൽ ഉപേക്ഷിച്ചില്ല എന്നതുപോലെയാണ് നിരപരാധന്റെ അവസ്ഥ. നിരപരാധിയായ ഒരു വ്യക്തിയുടെ അവസ്ഥ എങ്ങനെയാണ്? ദൈവം ഒരിക്കലും അവിടുന്ന് അവനെ ഉപേക്ഷിക്കുകയില്ല, തീർച്ചയായിട്ടും അവനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അവന് നിശ്ചയമായിട്ട് ഒരു ദിവസമുണ്ട്, രക്ഷയുടെ ഒരു ദിവസമുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പറയുന്നു, നിന്റെ കരങ്ങളുടെ നൈർമല്യം, ആ വിശുദ്ധി, ആ കൈകളുടെ ആ വിശുദ്ധി, നീ ആ ചെയ്യാത്ത പ്രവൃത്തികളാൽ നീ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കൈയുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ദൈവത്തിന്റെ വാക്കാണ്, ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഒരിക്കലും ആ നൈർമല്യമുള്ള വിശുദ്ധിയുള്ള ആ മൂല്യമുള്ള കൈ ഒരിക്കലും ശിക്ഷിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദനയിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്ക് മോചനം ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. കാരണം നമുക്കറിയാം, ജോബിനെ പോലെ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ജോബിന്റെ മോചനം എത്ര പെട്ടെന്നായിരുന്നു എന്ന് നമുക്കറിയാം. എല്ലാം നഷ്ടപ്പെട്ട്
തകർന്ന ഇരുന്ന ജോബ് പെട്ടെന്ന് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജോബിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരികയാണ്. 42-10 തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന് മുൻപുണ്ടായിരുന്നതിന്റെ 10 മടങ്ങ് അവന് കൊടുത്തു എന്നാ പറയുന്നത്. ജോബിന്റെ പുസ്തകമാണ് ഈ സന്ദേശം നമുക്ക് നൽകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ കരങ്ങളുടെ നൈർമല്യം മൂലം രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, സ്വന്തം ജീവിത പങ്കാളി പോലും ജോബിനോട് ദേഷ്യം കാണിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ച് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവരെല്ലാം നഷ്ടപ്പെട്ടു. വേദനകളും പല സന്ദർഭങ്ങളും ജോബിന് നേരിട്ടു. എങ്കിലും ജോബ് അതിനെല്ലാം അതിജീവിച്ചു. നേട്ടങ്ങളിലേക്ക്, വലിയ വിജയത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. വലിയ വിജയത്തിലേക്ക്. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, എളിമപ്പെട്ടാല് നമ്മുടെ വിശുദ്ധി, നമ്മുടെ കരങ്ങളുടെ നൈർമല്യം ഒരിക്കലും നമുക്ക് തിന്മയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കുകയില്ല. സഹനങ്ങൾ ഉണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റുവാങ്ങി നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അതേ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സഹനങ്ങള്, അവന്റെ വഴിയിൽ സഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ മാത്രമല്ല, ഇത് സമ്മിശ്രമാണ്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സഹനങ്ങളെ ദേഷിക്കുകയല്ല, ജോബിനെ പോലെ എളിമയോടുകൂടി ആ സഹനങ്ങളെ ഏറ്റുവാങ്ങുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ രക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ആ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ജോബിന്റെ പുസ്തകം 22-23 പറയുന്നുണ്ട്, സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, സർവശക്തന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരികയാണെങ്കിൽ നഷ്ടപ്പെട്ടതും വേദനപ്പെട്ടതും നൊമ്പരപ്പെട്ടതും കടന്നുപോയതും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച്, അതൊക്കെ കടന്നുപോയി, ഇനി അതൊക്കെ കടന്നുപോയി, അതിനെപ്പറ്റി അതിന്റെ പുറകെ നമ്മൾ പോകാതെ അതെല്ലാം ഉപേക്ഷിച്ച് നീ തിരിച്ചു വരികയാണെങ്കിൽ നീ എളിമപ്പെടുത്തി ഇവിടെ പറയുകയാണ്, നിന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, അതായത് നമ്മുടെ ഭവനത്തില് എന്തെങ്കിലുമൊക്കെ തിന്മകള്, മിക്കവാറും വാക്കുകളാലുള്ള പ്രവർത്തിയേക്കാൾ അധികം വാക്കുകളാലാണ് നമുക്കൊക്കെ തെറ്റുകൾ പറ്റാറുള്ളത്. സംസാര രീതിയില് കുറ്റം പറച്ചില്, ചീത്ത പറച്ചില്, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ തിന്മകൾ നമ്മുടെ കൂടാരത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, അനീതിയെ നീ നീക്കിക്കളയുമെങ്കിൽ, അകറ്റിക്കളയുമെങ്കിൽ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകുമെന്ന് വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിക്കളയേണ്ടത് മാറ്റിക്കളയുക തന്നെ ചെയ്യണം. അത് മാറ്റിക്കളയാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് മാറ്റിക്കളയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രകാശമുള്ള ഒരു പാതയിലൂടെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വഴിയിലൂടെ നമുക്ക് പോകണം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലൂടെ സ്വർഗത്തില് തമ്പുരാന്റെ തിരുമുഖം ദർശിക്കുവാൻ നമുക്ക് ആകണം. നമുക്കത് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരോടും കൂടെ ദൈവത്തിന്റെ ഈ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ.